ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പി, നാടൻ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിന്ന് കോവയ്ക്കയും മുട്ടയാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു 10-15ഓളം കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്, കണ്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നടുക്കുന്നൊന്ന് നീളത്തിലൊന്ന് ക്രോസിന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഒരു നുള്ള കടുക് മതി, കടുക് ഒരുപാട് ചേർക്കണ്ട. കടുക് പൊട്ടി വരുമ്പോഴേക്കും മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ, കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നു, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ സവോള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് സവോള അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നമ്മുടെ സവോള വാടി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകും കറിവേപ്പിലയാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കോവയ്ക്കാണ്. അപ്പോൾ എന്താ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സവോളയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സവോളയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് മതിയാവും. നമ്മൾ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് കറിവേപ്പില ഒരുപാട് ചേർക്കാൻ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എല്ലാ കറികളിലും നന്നായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവാണ് നമുക്ക് എരിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല. ഇനി നമുക്ക് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഉപ്പ് കുറവാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കോവയ്ക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരുപാടങ്ങ് വഴണ്ട് പോവരുത്, എന്നാൽ നന്നായി സോഫ്റ്റ് ആവണം. നല്ല സോഫ്റ്റ് ആവുമല്ലോ, നല്ല പോലെ വഴണ്ടൊന്ന് സോഫ്റ്റ് ആവുന്ന പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ വേവിക്കുന്നത്, ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, നന്നായിട്ട് വാടിക്കിട്ടട്ടെ. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കി കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒതുക്കി വെച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുക്ക് ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ട്, അപ്പോൾ നമുക്കിതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 2 മുട്ട മതി എന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ഒരെണ്ണം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കോവയ്ക്കയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടാം. അതൊരു 15ഓളം കോവയ്ക്ക ഉണ്ടത്. അപ്പോൾ നമുക്കൊരു 3 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. അധികം മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് 2 എടുത്താലും മതി. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചിക്കി എടുക്കരുത്, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ മാത്രം ചിക്കി കൊടുക്കുക. അപ്പം ഞാൻ അടുത്ത മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു മുട്ടയുടെ ഫ്ലേവർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 2 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്ത മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചിക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പതുക്കെ ചിക്കി കൊടുക്കുക, മിക്സ് ചെയ്യരുത്. കണ്ടോ, അടിയിൽ ഭാഗത്തൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ ചിക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ ആവട്ടെ.
ഈ സമയത്ത് ഇങ്ങനെ ചിക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊടിഞ്ഞും പോകും കേട്ടോ, നമുക്ക് ആ വേവുന്നതിന് മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ചുകൂടി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ചിക്കി എടുക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിയ പീസൊക്കെ ആണെങ്കിൽ പതുക്കെ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് മുട്ട വെന്തിട്ടുണ്ട്. ആ ഒരു ലിക്വിഡ് ഫോമിലല്ല ഇപ്പോൾ. ഈ ടൈമിൽ നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോവയ്ക്കൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും അവർ കഴിക്കും കേട്ടോ. മുട്ടയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കോവയ്ക്കൊക്കെ ഇതുപോലെ മുട്ടയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ, കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ മുട്ടയുടെ അളവ് കുറച്ച് കൂട്ടാം. അപ്പോൾ 3 മുട്ടയൊക്കെ എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എടുത്താലും മതി കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു 3 മുട്ടയൊക്കെ എടുക്കാം. മുട്ടയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അതിൽ കിട്ടും. അപ്പോൾ ആ ഒരു കോവയ്ക്കയുടെ ടേസ്റ്റ് അറിയാതെ അവർ കഴിക്കും. സിമ്പിളാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മുട്ടയും കൊണ്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. 1 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം ആ മുട്ടയും കോവയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് ആ ഒരു ഫ്ലേവറൊക്കെ, ആ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെയും എൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിലെല്ലാം ഒന്ന് പിടിച്ചൊന്ന് ജോയിൻ ആയി വരണം. അതിന് വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് ജസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ക്യാരറ്റും മുട്ടയും കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ കോവയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോവയ്ക്ക റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത്തിരി ഉപ്പോട് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുട്ട കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുട്ട റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഗ് റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന മുട്ട കൊണ്ടുള്ള റെസിപ്പീസൊക്കെ അതിൻ്റെ അണ്ടറിൽ ഉണ്ടാവും കേട്ടോ. അതിൽ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും ഉണ്ടാവും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാനിടുന്ന വീഡിയോസ് അപ്പം കാണാൻ പറ്റില്ല. ആ ബെലൈക്കൺ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഞാനിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ റെസിപ്പീസൊക്കെ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ അറിയാവുന്നവർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.